ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. വയ്യ, തലവേദന, കാലടച്ചിൽ, ചെറുതായിട്ട് പനിയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജലദോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് മാറ്റം ഉണ്ടുള്ളത്. അപ്പോൾ അതേ ഞങ്ങൾ നീച്ചുമോൻക്ക് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിന്നതല്ല, പോവുകയാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ ഡോക്ടർ അവിടെ ഇല്ല. അപ്പോൾ ജനറലായിട്ട് ഇരിക്കണതിന് കാണിക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് അങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ആ മാഡം പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഉത്താൻ്റെ സ്കൂള്. പിന്നെ അവിടെയും ഒന്ന് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതേ ഞങ്ങൾ താത്താക്ക് ഗോൾഡ് കഴിച്ചതിനൊന്ന് വിളക്കിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ആദ്യം പോയത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ ഇതുവരെ വിളക്കിച്ചിട്ടില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ വിളക്കിക്കണ മലയാളി ഇല്ല, ബംഗാളി ഉള്ളൂ. അപ്പോൾ ബംഗാളികളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം അവിടുന്ന് അത് മേടിച്ചിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് താത്താടെ ഉത്താൻ്റെ സ്കൂളിൽ കണ്ടപ്പോൾ പോണത്. അപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്താൻ എപ്പോഴും പറയുന്നു, സ്കൂൾ വിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഉമ്മച്ചി, ഞാൻ കുട്ടികളായിട്ട് കളിച്ചിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതാൾ ഇതായിട്ട് ഇരിക്കണം, ഈ പച്ച യൂണിഫോം ഇട്ട്. അപ്പോൾ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഇരുന്ന് കഥ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെരുപ്പാണ് പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നാൾ ചെരുപ്പ് പൊട്ടി ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്താൻ അങ്ങോട്ട് ചേർത്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളെന്ന് വെച്ചാൽ എന്താ പറയുക, കുട്ടികളുടെ ഇപ്പുറത്തെ സൈഡിലും വലിയ ക്ലാസ് അപ്പുറത്തെ സൈഡിലുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഉത്താൻ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, ചാച്ചിയെ സ്കൂളിൽ പരിപാടിയൊക്കെ നടക്കണേ നമുക്ക് പോയിട്ട് വരാമെന്ന്. ഞാൻ നിൽക്കാന്നുണ്ടാകുന്ന വലിയ മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പോയില്ല. പിന്നെ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഡോക്ടർ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ വേറൊരു പാർക്ക് കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ലാന്ന് തോന്നുന്നുണ്ട്, എന്നാലും കുറച്ച് കുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ താത്താട് പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്ന് വെച്ച്. അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ കൊണ്ടുവരാണ്ട് ഫോണൊക്കെ കൈ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കുഞ്ഞാറ്റ ഇല്ലാണ്ട് ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ ഒരു ഇതുണ്ട് കേട്ടോ, പാവല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുണ്ട് പോകുന്നു. അപ്പോൾ നീച്ചുമോനെ ഒന്ന് ഇരുത്താൻ വിചാരിച്ചു. അപ്പോൾ നീച്ചുമോനെ ഇരുത്തിയിട്ടുള്ള കളികളാണ് ഈ കാണുന്നത്. അപ്പോൾ അപ്പുറത്താണെങ്കിൽ ഉത്താൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലുമൊക്കെ കയറി കളിക്കുന്നുണ്ട്. അവന് എല്ലാം കണ്ടപ്പോൾ എല്ലാത്തിലും ഓടിപ്പോയിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീച്ചുമോനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി അടുത്തേലൊക്കെ ഒന്ന് ഇരുത്താൻ വിചാരിച്ചിട്ട് ആളത്തിൽ ഇങ്ങനെ ഒഴുകി കളിക്കുകയാണ്. ആൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവൻ പിന്നെ അവിടുന്ന് വരാണ്ടായി. ഇഷ്ടായി. നോക്ക് ആടി ഒന്നോട്ട് ഒഴുക് വാ. ശരിക്കിരുത്ത്, ചെരിഞ്ഞിരിക്കണ എന്നോടാക്കാൻ പേടിയാണ് എല്ലാ കാര്യത്തിനും. നിച്ചുമോനും പയ്യായിരുന്നു. കയ്യേറ്റതുമ്മ പിടിപ്പിക്കും. പിടിച്ചോ ആളില്ലാത്ത കാരണം
എന്ത് ചാതനോ എനിക്ക് മോനെ താറാവിൽ ഇരുത്താൻ പോണം. പിടിക്കണില്ലല്ലേ? അതടി പിടിക്കണേ ഉള്ളതുണ്ട്. അത് മരുത്ത് അതെ വീഴണ്ടട്ടാ. അല്ല ഇവിടെ ഓപ്പൺ ആയിണ്ടല്ലോ 4 മണി സമയം. 4 to 7. ഇവിടെ പിടിക്കണ അതുണ്ടല്ലോ. ധാരണ്ടി ധൂമ് വണ്ടി മരിക്കണ പോലെ ധൂമ ജാലേ എങ്ങനെച്ചാ ചിരിക്കണോക്കടി ധൂമ ജാലേ. അഭ്യാസങ്ങൾ ധൂമജാലേ ധൂമജാലേ. അതേ ഇപ്പൊ പോവ് സൈഡിലേക്ക് തിരിയുന്നു. ധൂമജാലേ ധൂമജാലേ കളിക്ക്. പാട്ട് പാടിയ വായിച്ചറിഞ്ഞിട്ട് കണ്ടില്ലേ? തലറിഞ്ഞിട്ട് വായിച്ചറിഞ്ഞിട്ട് കണ്ടില്ലേ? മതി മതി ഇനി പോവാ. എന്തത്? വാ 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 വാ. അതൊരു പോണ് വീഴണ്ടടിന്റെ പോന്. വാ വാ ഇനി മതി. വേറങ്ങോട്ട് എന്ത് എന്താ പെണിങ്ങ് വാടാ വാ വാ മതി. ബെൽറ്റ് ഇട്ടിട്ട് അല്ല നിച്ചുവിനെ ബെൽറ്റ് ഇട്ടിരുത്തേണ്ടി വരും. ബെൽറ്റ് ഇട്ടിട്ടിരിക്കാം. ഇതെവിടെ ഇരുന്ന് വേണ്ടാന്ന് പോയേ അവിടുന്ന് പോയേ എത്തൂല. എന്നിട്ട് വേണ്ട ഊഞ്ഞാലിരിക്കാം വാ. അപ്പം നിച്ചുമോനെ അതിൽ നിന്നൊരു വിധത്തിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ചെക്കന് കിടന്ന് തിരിഞ്ഞ് കളിക്കായിരുന്നു വരാണ്ട്. അപ്പോൾ അതേ ഉത്താൻ ഇതും ഇരിക്കണ കണ്ടപ്പോൾ പിന്നെ അവനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വരെ ആടി. ഇത് പഴയൊരു പാർക്കാന്ന് തോന്നുന്നുണ്ട്. കാരണം അധികം ഉപയോഗം ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ കിടക്കണ പോലെയാണ് തോന്നിയത്. കുറേ കാട് പിടിച്ചിട്ടും പിന്നെ പൊടി പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവർ പോയിട്ടൊന്ന് ആ പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ഇരുത്തിയിട്ടുണ്ട്. ചോദിക്കോ എനിക്ക് താറാവിൻ്റെ ഇരിക്കാൻ. ചപ്പിയേ പോവാ. താറാവ് എന്ന് പറയുന്നത് താറാവ് താറാവ്. മതിയില്ലേ പോവാ. ഉച്ചക്ക് താറാവിലിരിക്കാനാണല്ലേ ഇഷ്ടമായിരിക്കണേ. ഇനി ഇരിക്കണാ? ആ
ഇതടി ആനയിൽ ഇരിക്കും മോനക്ക് ആനയിൽ ഇരിക്കാൻ കൂളത്തും ഒരാളെ സഹായം ഇല്ലാണ്ട് പറ്റില്ല വല്യപ്പ അത് ഇതിനായിട്ട് വരെ ഇനി കുഞ്ഞാറ്റനോ ഉണ്ടെന്നില്ല നിൽക്കുവാ നല്ല പണ്ടല്ല കല്യാണം മിച്ചുവിന് താറാവിൽ കയറാൻ വേണ്ടിയിട്ടാ ഒരട്ട ഇവിടെ ഒന്ന് ഇരിക്കും കൊടുക്കണം പാവല്ലേ ഇവിടെ ഇരിക്കും കുടിക്ക് ഏയ് ഹായ് ഹായ് ആ നാവൊക്കെ പുറത്തിട്ടിട്ട് വീഴോടി വീഴോടി അല്ലാന്റെ കുട്ടി വീഴും ആ പേടിയായി പേടിയായി പേടി അത് പിടിക്കാനാ വീഴോടിന്റെ മോനെ മതിയടി മതിയടി മതി മതി. അപ്പോൾ പാർക്കിലത്തെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നിന്നാൽ നിച്ചുമോനെ ആകെ സീനാക്കും. അപ്പം അത് കാരണം അധികം അവിടെ നിന്നില്ല. അധികമല്ല, കുറച്ച് നേരം വരെയൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പിന്നെ ഇനി അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുഞ്ഞാറ്റയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ഫോണൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്നാലും ഈ പാർക്കിൽ പോയി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവളെ മൈൻഡ് മാറും. ഞങ്ങളാന്നിട പറയണ്ടെന്ന് ചോദിച്ചു. ഉത്താനാന്നിട്ട് അവിടെ പോയിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അവനെ കുറേ ചീത്തൊക്കെ പറഞ്ഞു. പിന്നെ നിച്ചുമോനെ എന്നുണ്ടെ ഹോസ്പിറ്റലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. 2 പ്രാവശ്യം പോയിട്ട് മടങ്ങി വരേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ അത് എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളത്. കുഞ്ഞാറ്റ വന്നപ്പോൾ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ സീ യു.